പ്രോഗ്രാം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിയുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി തട്ടിമുട്ടി അടുത്തിരിക്കുമ്പോ. പിന്നെ നാളത്തെ പ്രോഗ്രാമില് നമുക്ക് കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ ചേർക്കണം. എന്ത് ഐറ്റം? അതായത് നമ്മളിങ്ങനെ ഒരു സൈക്കിളില്ലേ, സൈക്കിള്, ആ സൈക്കിളിൽ കുറെ ഈ അത് അവതരിപ്പിക്കുമ്പോ കണ്ടാ മതി. അതെ, അതിന്റെ ഈ സസ്പെൻസ് പോകുന്നുള്ളതുകൊണ്ടാ പറയാത്തത്, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാ നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ്. ஆசைக்கு அங்க ஒண்ணு, அன்புக்கு இங்க ஒண்ணு. நான் மட்டும் HMV கோளாம்பி முன்னாடி உட்கார்ந்துட்டு இருக்கிற நாய் மாதிரி ஜொல்லு ஜொல்லுன்னு பார்த்துட்டு இருக்கு. അതാണ് ഞാൻ പറഞ്ഞത്, നീ പോയിട്ട് ഒരു 4 പ്രാവശ്യം ഈ വിശ്വാസ പ്രമാണം വായിച്ചിട്ട് കിടന്നുറങ്ങ. ശരീരം കേടാക്കാതെ പോയി കിടന്ന് ഉറങ്ങടേ. എന്താ? എനിക്ക് കുറച്ച് കാശ് അത്യാവശ്യമായി ഈ രാത്രിയിൽ. നാളെ രാവിലെ അല്ലേ? അപ്പൊ നാളെ രാവിലെ എന്നോട് ചോദിച്ചപ്പോ, അല്ലാതെ കള്ളിയെ പോലെ മോശമല്ലേ? പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. കളി ഈ പുഞ്ചക്കാരനോട് വേണ്ട, കുന്നുകളാൻ. എന്താടാ ഇത്? ഞാൻ ഒരു നാടകം കണ്ടോണ്ടിരിക്കായിരുന്നു. നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കൊറേ കൊല്ലമായി. ഇവിടെ വേറെ ഷോ. Flight IC-107 from Abu Dhabi will be arriving shortly. Hi, Kocheta. Hi, Catherine. ചേട്ടൻ വന്നില്ല. രാവിലെ ഹാർബർ വരെ പോണ്ടി വന്നു. നമ്മൾ ഇതിലെപ്പോഴേക്കും ചേട്ടനെത്തും. Then, how was your journey? Fine. Good. Come on. നീ മനപ്പൂർവ്വം ഉടക്കുണ്ടാക്കാൻ നടക്കണല്ലേ? ഉടക്കുണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇടിച്ചതും മറിഞ്ഞതും തെറിച്ചതും ഒക്കെ അപ്രതീക്ഷിതമായിരുന്നു. രണ്ടാമത് കൈ ഉയർത്താൻ ഞങ്ങൾ ഒരുത്തിന് അവസരം കൊടുത്തിട്ടില്ല. ഒരു രണ്ടാം ഒഴുത്തിനായിട്ട് ഞാൻ ഇതുവരെ കാത്തിരുന്നിട്ടില്ല. പ്ലീസ് ഒരു കൈ ഒന്ന് സഹായിച്ചേ. കൈ തരൂല? കൈ തന്നെ സഹായിക്കില്ല? കൈ തരൂലേ? കരൂലേ? കൈ തട്ട്.
Come on. Welcome to my dear sister Catherine. Thank you. How was the journey? Fine. By the way, അവിടെ നിന്ന് വരുമ്പോ എയർപോർട്ടിൽ വെച്ചൊരു അങ്കിൾ മോളുടെ കയ്യിൽ ഒരു പാക്കറ്റ് തന്നില്ലേ? Yeah. അതെവിടെ? Oh, it's here. എന്താ വല്ലേട്ടാ ഇത്? ഇത് ചില ബിസിനസ് ഡോക്യുമെന്റ്സ് ആണ്. Oh, I see. Come on. വല്ലേട്ടാ ഇവിടുത്തെ സെർവൻസ് എല്ലാം പെണ്ണുങ്ങളാണോ? അത് നീ വരുന്നതുകൊണ്ട് പ്രത്യേകം അപ്പോയിന്റ് ചെയ്താ. Oh. Thanks. നീ എന്താ വല്ലാതിരിക്കുന്നത്? വരുന്ന വഴിക്ക് ആ ആൽബി പിന്നെയും കയറി ഉടക്കി. അവനെ ഇപ്പൊ ഒതുക്കിയില്ലെങ്കിൽ നമുക്കത് ചീത്തപ്പേരുണ്ടാകും. ആൽബി കുറച്ചു ദിവസമായി ഈ വീട്ടിൽ അവന്റെ പേര് മാത്രമേ കേൾക്കുന്നുള്ളല്ലോ. ആരാ വല്യേട്ടാ ഈ ആൽബി? എ ട്രാംപ്. പക്ഷെ അവന്റെ വിചാരം അവനൊരു ഹീറോ ആണെന്നാ. നമ്മൾ ഹോട്ടലിൽ കെട്ടാൻ വേണ്ടി ഒഴിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സ്ഥലത്ത് അവനൊരു പാരയായി വന്ന് വീണിരിക്കുകയാണ്. എന്തായാലും he looks very nice. യാത്ര കഴിഞ്ഞു വന്നല്ലേ, പോയി റെസ്റ്റ് എടുക്ക. ചെല്ലേ. Okay. ഡഗ്ലസ്, പറയണ്ട, ഐ വിൽ ഡു ഇറ്റ്. നീ ഇതെവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഉള്ളിടത്ത് അന്വേഷിച്ച പോരായിരുന്നോ? എന്താ പ്രശ്നം? ആ ഡഗ്ലസും പാർട്ടികളും ടെന്റിൽ വന്നിരുന്നു. ഓ, അതാണോ പ്രശ്നം? പ്രശ്നം ഞാൻ പറഞ്ഞില്ല. നീ ഇന്നലെ അവരുടെ പെങ്ങളെ നോക്കിയെന്നോ എന്തൊക്കെയോ പോക്കറ്റം കാണിച്ചെന്നോ ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സ്ഥലം വിട്ടില്ല എങ്കിൽ നമ്മുടെ അഡ്രസ് അവരുടെ കുറിച്ച് കൊടുത്താൽ മതി. നമ്മുടെ രണ്ടുപേരുടെയും ഡെഡ് ബോഡീസ് കറക്റ്റ് ആയിട്ട് പാഴ്സലായിട്ട് നാട്ടിലെത്തിച്ചേക്കാവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോ? അത് മാത്രമല്ല, വേറെ പുറത്ത് പറയാൻ കൊള്ളാത്ത പലതും പറഞ്ഞു. എന്നാൽ അവരുടെ പുന്നാര പെങ്ങളെ എനിക്ക് ഒന്നുകൂടെ കാണണമല്ലോ. എന്തിന്? അവളുടെ അഡ്രസ് എഴുതി ഒരു മോതിരം എന്റെ ഉണ്ട്, തിരിച്ചു കൊടുക്കാൻ. ജീസസ്, അപ്പൊ മോതിരം മാറ്റവും കഴിഞ്ഞോ? മോതിരം മാത്രമല്ല, വേറെ പലതും ഞാൻ മാറും. അങ്ങനെയാണെങ്കിൽ അവന്മാർക്ക് അഡ്രസ് കൊടുത്തേക്കാം. കറക്റ്റ് ആയിട്ട് ഡെഡ് ബോഡീസ് വീട്ടിലെത്തുമല്ലോ. ഇനി ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നില്ല. അപ്പോ നിന്റെ പഠിപ്പോ? പഠിച്ച് പട്ടം വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? ഞാനില്ല. ഇനി ഈ നാട് വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നോനോ, അങ്ങനെയുള്ള പിടിവാശിയൊന്നും പെൺകുട്ടികൾക്ക് പാടില്ല. പിടിവാശിയല്ല, എനിക്കെന്തോ താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ കോഴ്സ് നീ പൂർത്തിയാക്കണം. ഏട്ടന്മാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നാ ഞാൻ എങ്ങനെ പഠിക്കാനാ? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ബിസിനസ് ആവശ്യങ്ങൾ വരുമ്പോ മാത്രമല്ലേ മോളെ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ. സത്യം പറഞ്ഞ നീ സ്റ്റേറ്റ്സിലുള്ളോണ്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ കഴിയുന്നത്. ഓക്കെ ഓക്കെ, ഞാനായിട്ട് ഇനി നിങ്ങളുടെ ബിസിനസ് പൊളിക്കുന്നില്ല. ഞാൻ കേറാം. ഞാൻ കയറാന്ന്. ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് പറയുന്നത് ഞാൻ കയറാന്ന്. എന്നാ നീ കയറി. അല്ലേ വേണ്ട, നീ കയറ്. അതല്ലേ കയറാൻ പോയത്. ആ എന്ത് സപ്പോർട്ട്. ഒരു പരിചയമില്ലാത്ത സ്ഥലം. മോള് കഴിച്ചിട്ട് കിടന്നോളൂ, ഞങ്ങളൊന്ന് പുറത്തു പോവുക. ഈ രാത്രിയിൽ ഇനിയിപ്പോ എങ്ങോട്ടാ? ഞങ്ങൾക്ക് അത്യാവശ്യമായി ഫാദർ നെൽസനെ ഒന്ന് കാണണം. ഫാദർ നെൽസൺ ഇവിടുത്തെ ചർച്ചിലെ വികാരാണോ? അല്ലല്ല, ഫാദർ നെൽസൺ ഫാദർ ഡാമിയനെ പോലെ സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു വൈദികനാണ്. അദ്ദേഹത്തിന് ഞങ്ങളെ വലിയ കാര്യമാണ്. ഇപ്പൊ ഈ രാത്രി നേരത്തെ ഫാദറിനെ കാണാൻ പോണോ? സാമൂഹ്യ സേവനം ചെയ്യുന്നവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഒക്കെ ഉണ്ടോ മോളെ? ഓക്കെ, യു ക്യാരി ഓൺ, ടേക്ക് കെയർ, കം ഓൺ. നീ അവരെങ്ങോട്ടാ പോകുന്നത് നോക്കിട്ട് വാ. അപ്പൊ ആൽബി? ഞാൻ അവരുടെ പുന്നാരപ്പങ്ങൾക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടില്ല. അയ്യോ, അതൊക്കെ അപകടം. ഒരു കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. പൊക്കോ. ഓക്കെ.
Are you sleeping, Madeline? No. Then? Yes. ഇപ്പോ ഇവിടെ നഷ്ടപ്പെട്ട തിരിച്ചേരാൻ വന്നാണ്. എന്ത്? മനസ്സ്. മനസ്സിലോർത്തില്ലേ മോതിരം? ആ, എവിടെ? ദാ ഇവിടെ. അല്ല, ഇതിനകത്ത് എങ്ങനെ? എനിക്ക് എവിടെ വേണമെങ്കിലും വരാം, എവിടെ വേണമെങ്കിലും പോവാം. ഇറ്റ്സ് എ മാജിക്. Hey, Romeo. No, I'll be Romeo Higuita. Good night. വന്നു. Any message? Yes. Send the key in a box. When the box is ready, Papa will inform you. ഇത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത ഏതോ ഒരു തീയതിയിൽ അവരുടെ ഇതുവഴി കടന്നു പോകുന്ന ഒരു ഷിപ്പിൽ ഡോക്ടറെ കയറ്റി അയക്കുക. നോ, അതൊരു തോൽവിക്ക് തുല്യമാണ്. ഞാൻ ഇതുവരെ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. വെറും ഒരു ചുമട്ടുകാരന്റെ കൂലി തന്ന് എന്നെ ഒഴിവാക്കാമെന്നാണ് അവരുടെ തീരുമാനം. ഇല്ല, ഞാൻ ആ നോഹം അറിയും. എന്നിട്ട് വിലപേശും, കോടികൾക്ക് വേണ്ടി. യു മേ ഗോ. ഇനിയും നിങ്ങൾ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ബിക്കോസ് പപ്പ വാണ്ട്സ് ദ കീ ഇമ്മീഡിയറ്റ്ലി. മിസ്റ്റർ ഗൊൺസാൽവസ്, നിങ്ങൾക്ക് ഒരിക്കലും എന്നിൽ നിന്ന് സംഹാരയുടെ രഹസ്യം കിട്ടില്ല. അപ്പോ നീ ഒരിക്കലും അത് പറയില്ല? പറയില്ല അല്ലേ? What are you doing, man?
നിന്നെ കൊണ്ടത് പറയിക്കാൻ ഇവളുടെ ചോരയ്ക്ക് കഴിയും. No. മമ്മി ഷക്കീല, എന്റെ കയ്യിൽ നിന്ന് ആ നോഹവ് കിട്ടുന്നവരെ അവന് നമ്മളെ ആരെയും കൊല്ലാൻ കഴിയില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ അല്ലാഹ് ഒരു വഴി കാണിച്ചു തരും. നമസ്കാരം. നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത രസകരവും ഇന്ത്യയിൽ രണ്ട് മജിഷ്യന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ ഐറ്റങ്ങളാണ് ആൽബി ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. Yeah. അതിനു മുമ്പായി ഇതൊരു ഗ്ലാസ് പാലാണ്. ഈ ഗ്ലാസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ആരെങ്കിലും ഒരു ഹാൻഡ് കർച്ചീഫ് തരാം. ആ. ഈ ഹാൻഡ് കർച്ചീഫ് ഞാൻ ഈ ഗ്ലാസിന്റെ മുകളിലിട്ട് മൂടുകയാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് ഞാൻ ആട്ടി 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 ഇത് ഞാൻ മാജിക്കിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ്. ഇതിന്റെ മുഖചിത്രം ഇവന്റെയാണ്. ഇതിന്റെ ആദ്യ ഭാഗം മറിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ മാജിക്കുകൾ കാണാം. തീപ്പെട്ടിയില്ല. തീപ്പെട്ടി ഇല്ലെങ്കിലും ഞാൻ കത്തിക്കും. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു സാധാരണ ട്രേ ആണ്. ഒരു ട്രേയിൽ നിന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്. അടുത്ത ഐറ്റം അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന സെയിന്റ് ആന്റണീസ് ചർച്ചിലെ വികാരി ഫാദർ തളിയത്തിന്റെ അനുഗ്രഹവും സഹായവും ആവശ്യമാണ്. ചെറിയൊരു സമ്മാനം. അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇനി അച്ഛന്റെ വാച്ച് ഒന്ന് എനിക്ക് അയച്ചു തരണം. അച്ഛന്റെ വാച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് നീ പോയി ഒരു ചുറ്റിക എടുത്തോണ്ട് വാ. വെറും ഒരു ബലൂൺ അച്ചോ, പക്ഷെ നോക്കണം. അച്ഛന്റെ വാങ്ങിച്ച അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ അച്ഛന്റെ വാങ്ങിച്ച വാച്ച് ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിട്ട് ഈ ചുറ്റിക എടുത്തിട്ട് ഒറ്റ അടി. എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അടുത്തായിട്ട് എന്റെ സുഹൃത്ത് ജോബി നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. അല്ല, അത് ആൽബി ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ വന്നതാ. ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്താ? എന്തോ വിളിക്കണമെന്ന് തോന്നി. എനിക്കിവിടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരുപാട് പേരൊന്നുമില്ല. വരണം, തീർച്ചയായും വരണം. സൺഡേ ഈവനിങ്. തന്റെ ചേട്ടന്മാരെന്നെ കണ്ടാൽ ഇടിച്ചു പൊടിച്ച് കറി പൗഡറാക്കും. അറിഞ്ഞോണ്ട് ഞാൻ വെറുതെ. അവര് കണ്ടാലും തിരിച്ചറിയാത്ത രീതിയിൽ വേണം ആൽബി വരാൻ. അതിനുള്ള മാർഗം ഞാൻ അറേഞ്ച് ചെയ്ത് തരാന്നേ. പിന്നെ ഫാദർ നെൽസൺ വരുന്നുണ്ട്. അവരുടെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലായിരിക്കും. പ്ലീസ് വരില്ലേ? ഓക്കേ. See you then. Bye. ആശാനെ, അച്ഛന്റെ വാച്ചം കൊടുത്തേ. ആരുടെ അച്ഛന്റെ? പള്ളിയിലെ അച്ഛന്റെ. ഒരു ചുറ്റി കൊണ്ട് ഒരു വാച്ച് അടിച്ച് പൊടിച്ച എങ്ങനെ കാണിച്ച വിദ്യയല്ലേ അത്? അച്ഛന്റെ വാച്ചം കൊണ്ട് കൊടുത്തു. അച്ഛൻ അവിടെ ഇരിക്കുന്ന അച്ഛൻ ഇവിടെ വാ. മാജിക്കിന്റെ ഇടയിൽ ഇങ്ങനെ പലതും കാണാതെ പോകും. അമേരിക്കയിലെ ലിബർട്ടി സ്റ്റാച്ചു കാണാതെ പോയില്ലേ? എന്താ അച്ഛന്റെ വാച്ച് കൊടുക്ക. അച്ഛന്റെ പോക്കറ്റിൽ കിടക്കുന്ന വാച്ച് ഇനി ഞാൻ എടുത്തു തരണോ? പോക്കറ്റിലോ? നോക്കിയേ. പോക്കറ്റ് പോക്കറ്റ്. ഈ വാച്ച് എങ്ങനെ ഒപ്പിച്ചു? അച്ഛന്റെ കൈ കിടക്കുന്ന വാച്ച് ഞാൻ നേരത്തെ നോട്ട് ചെയ്തിരുന്നു.
എന്നിട്ട് അതേപോലെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അനുഗ്രഹം വാങ്ങാൻ കുനിഞ്ഞിരുന്നപ്പോ പോക്കറ്റിലിട്ടു. ബാക്കി നീ ഊഹിച്ചോ.